നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇതപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ ഉണ്ട്. അത് നമുക്ക് ബിരിയാണി റെഡിയാക്കുന്ന പാത്രത്തിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.25 ടേബിൾ സ്പൂൺ പൊടിച്ച ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മാഗി ക്യൂബ്സ് ആണ്, അതും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില ഇവ ചെറുതായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് എണ്ണയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇത് മാറ്റി വെക്കുക. ഏകദേശം 1 മണിക്കൂറോളം മാറ്റി വെക്കണം. പിന്നെ വേറൊരു പാത്രത്തിൽ ബസുമതി റൈസും ഏലക്കായും ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇവയെല്ലാം ചേർത്ത് അല്പവും വെള്ളവും ഉപ്പും ചേർത്ത് ചോറ് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടി കലർത്തി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് 2-3 പച്ചമുളകും ഒന്നിട്ട് കൊടുത്ത് നല്ലപോലെ അടച്ച് ഇതൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനുള്ളിലുള്ള ചിക്കൻ ഫ്രൈ എടുത്തൊന്ന് മാറ്റണം. ബാക്കി വരുന്ന മസാലക്കകത്തോട്ട് ചോറിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് നമ്മൾ വിളമ്പുമ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്ത് വിളമ്പാവുന്നതാണ്. വളരെ നല്ലൊരു ഐറ്റമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.